ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് കോഴിക്കോട് ജില്ലയിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ സൈബർ പാർക്കിനടുത്തുള്ളത് ഒരാളെങ്കിലും ഒരു സൈബർ പാർക്കുണ്ട്. ഇവിടെ ഒരു ഹൈലൈറ്റ് മാളുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. തൃക്കൈപ്പറ്റ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇതെൻ്റെ അനിയനാണ്. ഇവൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഓട്ടമാണ്. ഇവൻ്റെ ഓട്ടോയ്ക്ക് ചില പ്രത്യേകത ഉണ്ട്. ഇവനൊരു നല്ലൊരു ആശാരിയായിരുന്നു. അതുകൂടാതെ നാഷണൽ പെർമിറ്റ് വലിയ വലിയ വണ്ടികളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഓട്ടുന്നതാണ്. ചെറുപ്പത്തിൽ പറഞ്ഞാൽ പ്രായപൂർത്തിയായതിനു ശേഷം ലൈസൻസ് എടുത്തതിന് ശേഷം ഓട്ടുന്നതാണ്. ഇപ്പോൾ ഇവന് തൊഴിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ഓട്ടോറാണ്. ഇതാണ് ഇവൻ്റെ ഓട്ടോ. ഇവൻ്റെ മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനാണ്. അത് കാരണം മോഹൻലാലിൻ്റെ സിനിമയിലെ ഒരുപാട് ഡയലോഗുകളൊക്കെ ഇതിനുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ പേര് ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. പ്രണവ് നല്ല പേര്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് നിൻ്റെ പേര് പറയാൻ മറന്നുപോയി. പ്രണവ്, നീ കോഴിക്കോട് ജില്ലയിലാണ് ഓട്ടുന്നത്. എവിടേക്കാണ് ഓട്ടുന്നത്? പുറത്തോളൂ. ഹൈലൈറ്റ് മാളാണ് സ്റ്റാൻഡുള്ളത്. ഓക്കെ, എത്ര കാലമായി ഓട്ടുന്നത്? 2 കൊല്ലമായി. അപ്പോൾ പ്രണവേ, ഈ തൊഴിൽ മേഖല എങ്ങനെയുണ്ട്? തൊഴിൽ മേഖല എനിക്കിപ്പോൾ ഇതുവരെ ഉള്ളതിൽ വളരെ നല്ലൊരു മേഖലയായിട്ടാണ് ഈ ഓട്ടോ ഫീൽഡ് എനിക്ക് ഉള്ളത്. എന്താ വെച്ചാൽ ഒന്നാമത് വളരെ സ്വാതന്ത്ര്യമുള്ളൊരു തൊഴിലാണ്. മറ്റൊരു പേരുണ്ട് കരിമ്പിൽ. ഞങ്ങൾക്ക് മൊത്തത്തിൽ അറിയപ്പെടുന്ന പേരാണ്. ഞങ്ങൾ കരിമ്പിൽ തറവാടുന്ന വരുന്ന ആൾക്കാരാണ്. ഇനി ഞാൻ ഓട്ടോൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. ഓട്ടോൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പ്രണവ്, ആ ഡോറും തുറക്കും. ഞാൻ ഒന്ന് ഉള്ളോട്ടൊന്ന് കയറി നോക്കട്ടെ. ഞാൻ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവനൊരു കടുത്ത മോഹൻലാൽ ആരാധകനാണെന്നുള്ളത്. മോഹൻലാലിൻ്റെ സിനിമയിലെ ചില ഡയലോഗുകൾ നമുക്ക് ചോദിച്ച് പോകാം. സന്മനസ്സുള്ളവർക്ക് സമാധാനം. പോരുന്നോ എൻ്റെ കൂടെ? ദേവദൂതൻ. അത് കഴിഞ്ഞിട്ട് താഴെ, അപ്പം നീ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലേ? വലത്തെ ഭാഗത്ത് നോക്കിയാൽ കാണാം അധിപൻ. അത് കഴിഞ്ഞിട്ട് നമ്മളെ വന്ദന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ്, വെറെവർ യു ഗോ ഐ ആം ദേർ. പിന്നെ മറ്റൊരു ഡയലോഗ് ഉണ്ട്, എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. മൊത്തം ഈ വണ്ടീൻ്റെ എല്ലാ സ്ഥലങ്ങളും LED യോട് അലങ്കൃതമാണ്. ഓക്കെ, ഏത് ഭാഗത്ത് നോക്കിയാലും LED ആണ്. വളരെ മനോഹരമായ രീതിയിൽ ഇതിനുള്ളിൽ യാത്ര ചെയ്യുന്നതൊക്കെ വളരെ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. ഇനി വണ്ടി ഒന്ന് മൂവ് ചെയ്യാട്ടോ. സുഹൃത്തുക്കളെ, ഞാനങ്ങനെ പകലത്തെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് പ്രണവ് ഉണ്ട് ഇങ്ങനെ കയറി വരുന്ന എൻ്റെ വീട്ടിലേക്ക് ലൈറ്റൊക്കെ ഇട്ട് നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് വളരെയധികം കൗതുകം തോന്നി. ഞാൻ രാത്രിയിലും അത് ഷൂട്ട് ചെയ്തു. അതിൻ്റെ ചുറ്റുഭാഗം നടന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ LED ഒക്കെ ഇട്ട് കാണിച്ചു തന്നു രാത്രിത്തെ സൗന്ദര്യം. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ രാത്രിത്തെ അവസ്ഥ എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ രാത്രിയിലുള്ള കാഴ്ചകൾ. ഇത് വളരെ അത്ഭുതമാണ്. ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇത് കണ്ട് അതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് നമ്മൾ വീടിൻ്റെ അടുത്തൂടെ പോകുന്ന എക്സ്പ്രസ് ഹൈവേയിലൂടെ ഒന്ന് വണ്ടി ഓട്ടിയാലെന്ന്. അത് കേട്ടതും അവൻ ഭയങ്കര എക്സൈറ്റഡായി. പിന്നെ എൻ്റെ കൂടെ വണ്ടിയായിട്ട് വന്നു. ഞങ്ങൾ ഹൈവേ കൂടെ വണ്ടി ഒട്ടി ഒരുപാട് വീഡിയോസ് എടുത്തു. അവന് വീഡിയോ എന്ന് പറഞ്ഞാലും ഫോട്ടോ എന്ന് പറഞ്ഞാലും ഭയങ്കര ഭ്രാന്താണ്. അങ്ങനെ അത് വളരെയധികം ആസ്വദിച്ചു. അങ്ങനെ അവസാനം നിങ്ങൾ മറക്കരുത് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും. ഓക്കെ.